മദ്യലഹരിയിൽ ഗൃഹനാഥനെയും ഭാര്യയെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച യുവാവിനെ ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ, അഗസ്തിക്കോട്. Contact 94472 44659 89218 37847. നെട്ടയം ബിന്ദു വിലാസത്തിൽ 35 വയസ്സുള്ള സനൽകുമാറാണ് പിടിയിലായത്. നെട്ടയം കൃഷ്ണകൃപയിൽ ശിബുരാജ്, ഭാര്യ ബീന എന്നിവർക്കാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച പകൽ 1 മണിയോടെയാണ് സംഭവം. ഇവരുടെ നിർമ്മാണം നടക്കുന്ന വീട്ടിൽ മദ്യപിച്ചെത്തിയ സനൽകുമാർ ബീനയെ അസഭ്യം പറയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇത് ചെറുത്ത ബീനയെ വീണ്ടും പരസ്യമായി തെറിവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത ശേഷം ബൈക്കിൽ കയറി പാഞ്ഞു പോവുകയും ഇവരുടെ കുടുംബ വീട്ടിലെത്തി ഷിബു രാജുവുമായി വാക്കേറ്റമുണ്ടാവുകയും താക്കോൽ കൂട്ടം കൊണ്ട് നെറ്റിയിൽ ഇടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഈ പയ്യനാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വീട് പണിക്ക് ഉള്ളവനായിരുന്നു. അങ്ങനെ ചേച്ചി വീട് പണി എന്തോ ആയി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങ് കയറി വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവൻ എന്ന് വെച്ചാൽ അവന് നല്ലണക്ക് മദ്യപിച്ചിട്ടുണ്ട്. നേരത്തെ ഈ വീട് പണി സമയത്തും ഞാനും കൊച്ചും കൂടെ നിന്നപ്പോൾ ഞങ്ങളോട് മോശമായിട്ടൊക്കെ ഇവൻ സംസാരിച്ച് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറയുകയും ചെയ്തതാണ്. ഇവൻ ആൾ ശരിയല്ല, ഇതുപോലൊക്കെ സംസാരിക്കുന്നത് നമ്മൾ വെള്ളം അടിച്ചിട്ടായിരിക്കും പോട്ടെന്ന് പറഞ്ഞ്. അങ്ങനെ ഇന്നലെ എന്നോട് ചേച്ചി ഇങ്ങോട്ട് വന്ന് എന്നെ അടുത്തോട്ട് വിളിച്ചിട്ട് ഞാൻ എൻ്റെ മുഖത്ത് നോക്ക് ചേച്ചി, മുഖത്ത് നോക്കെന്ന് പറയും. അപ്പോൾ ഞാൻ ഇവൻ ഇങ്ങനെ നിന്നുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കാതെ ഇങ്ങനെ ഇവൻ എൻ്റെ അടുത്തോട്ട് ഇങ്ങ് വരുവാ. വന്നിട്ട് ഞാൻ അന്നേരം പറഞ്ഞു, എടാ കുടിച്ചിട്ടല്ലേ നീ വെളിയിൽ ഇറങ്ങാൻ പറഞ്ഞു. അന്നേരം പറഞ്ഞ് കുടിച്ചിട്ടാന്ന് പറഞ്ഞത് അവൻ ഇഷ്ടപ്പെടാൻ അവൻ എന്നോട് തെറി പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മോൻ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് നാണക്കേട് കൊണ്ട് ഞാനിഞ്ഞ് വെളിയിൽ ഇറങ്ങി താഴോട്ട് ഇറങ്ങിപ്പോയപ്പോൾ അവൻ എൻ്റെ പുറകെ വന്ന് എനിക്ക് കേട്ടാൽ അറയ്ക്കുന്നതെന്ന് പറയാൻ ഒരു സ്ത്രീ ഒരിക്കലും കേട്ടുകൊണ്ട് നിൽക്കത്തില്ല. അതുപോലുള്ള വൃത്തികെട്ട ഭാഷകൾ എന്നോടങ്ങ് പറഞ്ഞങ്ങ് നിൽക്കുക. ആ താഴെയുള്ള ആൾക്കാരെല്ലാം ഇത് കേട്ടോണ്ടിരിക്കുക. എന്നെ ഈ തെറി പറയുന്നത് മൊത്തം കേട്ടോണ്ടതിന് ഞാൻ എന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, നിന്നെ ഞാൻ എന്തോ പറഞ്ഞിട്ടാണ് നീ എന്നെ തെറി പറയുന്നതെന്ന് പറഞ്ഞ്. അവനതിൽ തന്നെ കുടിച്ചതിൻ്റെ പേരിലായിരിക്കാം, എന്നാലും ഒരു അമ്മയെ പറയുന്നതിനൊക്കെ ഒരു കേട്ടോണ്ടിരിക്കുന്നതിന് എനിക്കൊരു ഇതില്ലൂടെ. ഞാൻ അത്രയ്ക്ക് ഇങ്ങനെ നിന്നപ്പോൾ അവൻ പറഞ്ഞു, നിൻ്റെ ഭർത്താവ് വെളിയിൽ ഇറങ്ങട്ടടി, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ നീ എന്തോന്ന് വെച്ചാൽ ചെയ്യടാ, എൻ്റെ ഭർത്താവ് നീയായിട്ട് യാതൊരു വഴക്കും വയ്യവലിയും ഒന്നും ഇല്ലല്ലോ, പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നിന്ന സമയത്തിന് ഞാൻ ഇവിടെ നിൽക്കുമ്പം തന്നെ അവൻ സ്കൂട്ടറിൽ പോയി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അണ്ണനെ വിളിച്ചിട്ട് ഞാൻ എന്നിട്ട് ഇതൊന്നും ഭർത്താവിനോട് പറഞ്ഞില്ല. ഭർത്താവിനെ എന്നിട്ട് വിളിച്ചിട്ട് അവൻ ഇതുപോലെ തെറിയൊക്കെ പറഞ്ഞെന്ന് പറയാനായിട്ട് ഞാൻ 2-3 പ്രാവശ്യം ഫോൺ വിളിച്ചപ്പോഴും അണ്ണൻ എടുത്തില്ല. 3-ാമത്തെ പ്രാവശ്യം ബെല്ല് ലാസ്റ്റ് എത്തിയപ്പോൾ എന്നെ ഫോണിൽ വിളിച്ച് പറയടി, കുട്ടൻ എൻ്റെ തലയെല്ലാം ഇടിച്ച് പൊട്ടിച്ച് ഓടി വാ, ഞാൻ ദാ ചോരയെ കുളിച്ച് നിൽക്കുന്നെന്ന് പറയുന്നു. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ഏരൂർ പോലീസ് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് പറഞ്ഞുവിടുകയും പ്രതിയെ പിടിക്കാനുള്ള അന്വേഷണം നടത്തുകയും ചെയ്തു. വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെ ഏരൂർ നെട്ടയം ജംഗ്ഷന് സമീപത്തു നിന്നുമാണ് സനൽകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പുനലൂർ കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക് ജില്ലാ വിഷൻ, ഏരൂർ.